മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രോഹിത്തിൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കാനൊരുങ്ങുന്ന നമ്മുടെ രേവതിക്കുട്ടിയെയാണ്. അങ്ങനെ ഇന്നത്തെ കഥയിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഗംഗേട്ടനാണെങ്കിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം. ഗംഗേട്ടൻ പറയുന്നത് അച്ചട്ടമായി അതുപോലെ തന്നെ സംഭവിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. ഗംഗേട്ടൻ മനുവിനോടാണ് ആദ്യം ആ വലിയ രഹസ്യം പറയുന്നത്. ബാലചന്ദ്രൻ അയാൾ അലീനയുടെ അച്ഛനെ കാണാനായിട്ട്, യഥാർത്ഥ അച്ഛനെ കണ്ടെത്താനായിട്ട് പോയിരിക്കുകയാണ് എന്ന്. ഇതേ സമയം മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഇതെന്ത് ഭാവിച്ചാണ് എന്ന്. അത് കേട്ടതും നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ബാലചന്ദ്രൻ എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒടുവിൽ അവൻ പോവുകയും ചെയ്തു എന്ന് പറയുന്നു. എന്തായാലും അവൻ ആ സ്റ്റാലിനെ കണ്ടിട്ടേ മടങ്ങിയെത്തുകയുള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ ഒന്നും ചെയ്യാനായിട്ടില്ല, നമുക്കതിനിപ്പോൾ കണ്ടു നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും വൈജയന്തിയുടെ ജീവിതം തുലാസിൽ തന്നെയാണ് മനു എന്ന് പറയുന്നു. അത് കേട്ടുകൊണ്ടിരിക്കെ നമ്മുടെ വൈജയന്തി അവിടേക്ക് കടന്നു വരുന്നു. എൻ്റെ ജീവിതം തുലാസിലോ? നിങ്ങൾ എന്താണ് പറയുന്നത് ഗംഗേട്ടാ എന്ന് ചോദിക്കുന്നു. അത് നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല വൈജയ്, വഴിയെ നിനക്കെല്ലാം മനസ്സിലായി വന്നുകൊള്ളും എന്ന് പറയുന്നു. എന്തായാലും നീ അലീനയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് നിനക്ക് തന്നെയാണ് വിനയാവുക എന്ന് പറയുക. നിനക്ക് അതിൻ്റെ ആഘാതം താങ്ങാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ വൈജയന്തി പറയുന്നുണ്ട്, അവളായിട്ട് യാതൊരു സന്ധി ചർച്ചയ്ക്കോ ഞാൻ ഒരുക്കമല്ല, തയ്യാറല്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. എങ്കിൽ ഇനി വരുന്ന കാര്യങ്ങളൊക്കെ നീ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും എന്ന് പറയുമ്പോൾ വൈജയന്തി അതിനും തലകുലുക്കുന്നു. ഇവിടെയാണെങ്കിൽ എറണാകുളത്ത് നിന്നുള്ള ആ താമസം തീരുകയാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ രോഹിത്തും അലീനയും ബബിതയും കൃഷ്ണമോളും ഒക്കെ ഇവിടെ എറണാകുളത്ത് മാമച്ചൻ്റെ വീട്ടിലാണല്ലോ. അങ്ങനെ അവരാണെങ്കിൽ അവിടുന്ന് തിരികെ വരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ രേവതിക്കുട്ടി രോഹിത്തുമായിട്ട് ഒരുപാട് അടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ഇതേ സമയം രോഹിത്തും രേവതിക്കുട്ടിയും പരസ്പരം ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ടോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്